പ്രിയ സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയവും മതവും അവർ ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന രണ്ട് മൃഗങ്ങളാണ്, അല്ലാതെ മനുഷ്യരല്ല. കാരണം രാഷ്ട്രീയം പൊതുജനങ്ങളെ സേവിക്കാനായെന്നും പറഞ്ഞ്, മതം വിശ്വാസികളെ സ്വർഗത്തിലേക്ക് അയക്കാമെന്നും പറഞ്ഞ് എന്തിന് ഇവ രണ്ടും? ഞാൻ ചോദിക്കുന്നത്, ഇന്ന് എനിക്കറിയാൻ പറ്റാത്ത ഒരു കാര്യം, യോസഭ യുവന്മാരെ ദൈവത്തിലാണോ മനുഷ്യരാണോ വിശ്വസിക്കുന്നത്? സഭ നേരത്തെ പറഞ്ഞു ശാന്തി ഉമ്മന് സ്ഥാനം കൊടുത്തില്ലെന്ന് പറഞ്ഞ് എന്തുവാ ഓരോ യാക്കോബ സഭയിൽ ചാടി വന്ന ദിയർസ്കോറോസ് എന്ന ദന്തവാസി മെത്രാൻ, അവനാണിപ്പോൾ ഓർത്തോ സഭയുടെ വലിയ വാചമടിക്കാരൻ. വേണ്ടാതീനം പറയുന്നവനും വേണ്ടാതെ പോട്ടെ, ശാന്തിയുമ്മനെ മന്ത്രിയാക്കിയില്ല എന്നും പറഞ്ഞ് ഒരുപാട് വാചകങ്ങൾ അടിച്ചു. എന്തിനെ? ഇനിയിപ്പോൾ VD സതീശനെ പൊക്കിയെടുത്ത് മടിയിലോട്ട് അങ്ങിരുത്തി. നിങ്ങളത് കാണണമത്. ഓർത്തസഭ ഇതാണ്. ആരെ എവിടുന്ന് കിട്ടുന്നു അതിനനുസരിച്ച് അവരെ സ്വീകരിച്ച് മടിയിലെത്തുന്ന സഭയാണോ ഓർത്തസഭ? കൂടുതൽ പറയുന്നില്ല. ഓർത്തസഭ ഏറ്റവും നല്ല സഭ തന്നെ. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, VD സതീശൻ ആരാന്ന് നിങ്ങൾക്കറിയാമോ? ഓർത്തസഭയെ അത് വേണ്ട. ഇതിനു മുമ്പ് നിങ്ങൾ ഏത് കാര്യം നടന്നാലും ചെങ്ങന്നൂർ MLA നമ്മുടെ സജി ചെറിയാനെ പിടിച്ച് വേദിയിലിരുത്തുമായിരുന്നു ആദ്യം. ഇപ്പം അവനെ വിട്ടു. കാരണം കാര്യം നേടാൻ എവിടെ ഉണ്ടോ അവരുടെ മറ്റേത് താങ്ങുന്ന സഭയാണ് ഓർത്തസഭ. അല്ലെങ്കിൽ പറയുക, ഓർത്തസഭയിലെ ഏതെങ്കിലും ഭക്താനോ പുരോഹിതോ പറയുക, ഇന്ന് എനിക്ക് തോന്നുന്നു പരമ്പരയിലെ പുരോഹിത വർഗത്തിൻ്റെ മീറ്റിംഗ് അവസാനിച്ചു തോന്നുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവന്മാരൊക്കെ അവസരത്തിനൊത്ത് കാല് മാറുന്നവന്മാരാണ്. അതായത് അവർക്ക് കാര്യത്തിൽ സാധ്യത്തിന് ഒരു പ്രശ്നവുമില്ല. അവർക്ക് കാശിൻ്റെ ചിലവില്ല. ഏതെങ്കിലും പുരോഹിതൻ കാശ് ചിലവാക്കി ഈ വേൾഡിൽ നിന്ന് പരമ്പരയിൽ ഈ മീറ്റിങ്ങിന് വരുമ്പോൾ സ്വന്തം കാശ് മുടക്കി. മക്കളെ, വിശ്വാസികൾ നിങ്ങൾ ചിന്തിക്കുക. അത് വേണ്ട മോളെ. ഇപ്പോൾ മർത്തമറിയൻ സമാജത്തിൻ്റെ ഓൾ വേൾഡ് മീറ്റിംഗ് നടക്കുന്നു. പീരുമേട്ടിലാണ്. നല്ല കാര്യം. മക്കളെ, ഓർത്തസഭയിലെ ഒരു സ്ത്രീകളും പോകാതിരിക്കരുത്. കാരണം ഭർത്തമറിയ സമാജമെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധി ആർച്ച. എന്തിനു വേണ്ടിയാ നീക്ക് ഭർത്തമറിയ സമാജം ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? നീയൊക്കെ ഈ ഭർത്തമറിയ സമാജം എന്തിനു വേണ്ടി ഉണ്ടായതാണ്? നിങ്ങൾ പ്രാർത്ഥനാ കൂട്ടമായി കൂടിയതാണ്. ഒടുവിൽ രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതലായി
മുന്നോട്ട് വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ മർത്തമറിയം സമാജമെന്ന് നിങ്ങൾ ഈ പ്രാർത്ഥന യോഗത്തിന് പേരിടാൻ കാരണം എന്താണ്? മർത്തമറിയം സമാജമെന്ന് പേരിടാൻ കാരണം എന്താണ്? എന്തെങ്കിലും കാരണമില്ലാതെ ഇടുവോ? ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞതാണ്, മാർത്തയും മറിയയും അവർ ലാസറിൻ്റെ സഹോദരിമാരായിരുന്നു. അവർ വിവാഹിതരല്ലായിരുന്നു. അതായത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ വിവാഹം കഴിച്ചവരല്ലായിരുന്നു. അതുപോലെ മാർത്തയും മറിയയും വിവാഹം ചെയ്തവരല്ലായിരുന്നു. അവർ ദൈവത്തെ അവൻ വരുമ്പോൾ ശുശ്രൂഷിച്ച് അവന് വേണ്ടി ജീവിച്ചവരായിരുന്നു. നിങ്ങളോ മർത്തമറിയ സമാജത്തിലെ ഓർത്തഡോക്സ് സഭയിലെ മർത്തമറിയ സമാജത്തിൻ്റെ കൂട്ടായ്മയിൽ വെറുതെ ഏതെങ്കിലും ഒരു ഫുഡച്ച് പോലെങ്കിൽ വിവാഹം കഴിക്കാത്തവളുണ്ടോ? നിങ്ങൾക്ക് പിള്ളേരും മക്കളും കൊച്ചുമക്കളും ഉണ്ട്. അത് കഴിഞ്ഞ് എല്ലാം ഉണങ്ങി തിരിഞ്ഞപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സമാജമെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയല്ലേ? ഞാൻ ആരെന്ന് നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്ക് എന്നെ അറിയാം. മർത്തമറിയ സമാജമെന്നും പറഞ്ഞ് നിങ്ങളെ പീരുമോയത്തിൽ എല്ലാം കൂടെ കൂടുന്നു. മക്കളെ, നല്ല കാര്യം. അവിടെ നല്ല തണുപ്പ് സമയമായിരിക്കും ഇപ്പോഴത്തെ. എനിക്കറിയാം, ഞാൻ അവിടെ പോയിട്ടില്ല. എങ്കിലും എനിക്ക് ഉദ്ദേശം നല്ല തണുപ്പ് സമയമായിരിക്കും. സന്ധ്യാസമയത്ത് നല്ല നിലാവെളിച്ചത്തിൽ നിങ്ങൾക്ക് സ്വർഗം കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്. നിങ്ങൾ ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളുടെ ഭാര്യമാർ മർത്തമറിയ സമാജത്തിലെ പോകാതിരിക്കുന്നവർ അവർ കൂടി പോകണം. അവർക്ക് ഈ സ്വർഗം ഈ മഞ്ഞിനിടയിൽ കൂടെ കാണാൻ സാധിക്കും. കണ്ടില്ലെങ്കിൽ കൂടെയുള്ള മെത്രാനോ പുരോഹിതനോ കാണിച്ചത് ഇന്നതാണെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല. മക്കളെ, നിങ്ങൾ മർത്തമറിയ സമാജമെന്നല്ല, നിൻ്റെയൊക്കെ ഏത് വിധത്തിലെ സമാജം കൂടിയാലും നീയൊക്കെ ദൈവത്തിൽ വിശ്വസിച്ച് നിൻ്റെ കുടുംബജീവിതം നയിച്ചില്ല എങ്കിൽ നീയൊന്നും ഒരു കുന്തവും സാധിക്കാൻ പോകുന്നില്ല. നീയൊക്കെ നിൻ്റെ ദൈവമാം ആദ്യമേ കുടുംബത്തെ സ്ഥാപിച്ചത്. ആ കുടുംബത്തെ ആരാ വേണ്ട? ആദ്യത്തെ ഉൽപ്പത്തിയുടെ ആദ്യവും രണ്ടാമത്തെ ഭാഗത്തെ ഞാൻ എടുക്കുന്നുള്ളൂ. രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നു, ആദാ മേഘനായിരിക്കുന്നു നല്ലതെന്ന് കണ്ട് ദൈവം അവന് തുണയെ സൃഷ്ടിക്കണമെന്ന് ഉദ്ദേശിച്ചു. അതിനൊക്കെ കാരണം എന്തുണ്ടായെന്നുള്ളതൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ ഈ മർത്തമറിയ സമാജ പെണ്ണുങ്ങളെ, നിങ്ങൾ വായിച്ചിട്ടുള്ള ബൈബിൾ അതിൽ പറയുന്നത് ആദാമിന് നിദ്ര കൊടുത്തിട്ട് അവൻ്റെ ഭാര്യയുടെ അടുത്ത് ആ ഭാര്യയിൽ മാംസം പിടിപ്പിച്ച് സ്ത്രീയെ സൃഷ്ടിച്ചു. ആദാമിന് തുണയായി കൊടുത്തു. എങ്കിൽ നീയൊക്കെ ഈ സ്പീഡ് ബോട്ടിൽ തനിയെ പോയി നീ എന്തിൻ്റെ എന്ത് സാധിക്കാൻ അവിടെ പോയി മീറ്റ് കൂടിയിട്ട്? ഇത് രാഷ്ട്രീയക്കാർ കഷ്ടമാണ്. മക്കളെ, നിങ്ങൾ ചിന്തിച്ചോളും. നിങ്ങൾ പോകുന്നവർ ചിന്തിച്ചോളും. ഈ പുരോഹിതവർഗമാണ് ആദ്യമേ ഈ ഭർത്തവർ സമാജത്തിനെ ഇത്രയും മുന്നോട്ട് കൊണ്ടുവന്നത്.
ഈ തന്തയ്ക്ക് പിറക്കാത്ത പുരോഹിതവർഗം, അല്ലെങ്കിൽ അവരെന്നോട് പറയട്ടെ, ഞാൻ അതിന് തെളിവ് കൊടുക്കാം. ഇനിയും നിങ്ങൾ പോകുന്നവരോട് ഞാൻ പറയുക, നല്ലതാ മക്കളെ. ദൈവം കുടുംബത്തെ സ്ഥാപിച്ചു. കുടുംബം എന്ന് പറഞ്ഞാൽ പിതാവും മാതാവും മക്കളും. ഇന്നും മക്കളെവിടെ? നിങ്ങൾ പീരുമ്പെട്ടോ മറ്റിടത്ത് പോയി, ശരിയാ, നിങ്ങളുടെ മക്കളൊക്കെ ജോലിയിലും കൊച്ചുമക്കളൊക്കെ വളരെ സമൃദ്ധിയിൽ ജീവിക്കുന്നു. എങ്കിലും നിനക്ക് ഒരു ഭർത്താവുണ്ടോ? ഭർത്താവ് ചേട്ടൻ മറിച്ചു പോയിരിക്കും. എങ്കിലും നീ നിൻ്റെ ആ കുടുംബം ഉപേക്ഷിച്ച് പോകാൻ പാടില്ല. നിൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവനോടുണ്ട്. ആ ഭർത്താവ് തനിയെ വീട്ടിൽ ജീവിക്കുന്നു. നിൻ്റെ കുണം പിടിക്കാത്ത ഫിലിമോട്ടിലെ ഇതിൽ പ്രാർത്ഥന യോഗം വാർത്തമറിയ സമാജത്തിന് പോയി നീ എന്ത് സാധിക്കാനാ? നീ നിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക, നിൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കുക, നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ പീരുവേട്ടി പോയി എന്തോ സാധിക്കാനാ? മക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ഈ പുരോഹിതവർഗം ദൈവത്തെ ക്രൂശിക്കാൻ യഹൂദന്മാർ, സ്വന്തം ജനമായ യഹൂദന്മാരെ കൊണ്ട് വിളിച്ചു പറയപ്പെട്ട പുരോഹിതവർഗമാണ് ഇന്നും നിങ്ങളെ നയിക്കുന്നത്. അവർ നിങ്ങളെ നന്മയിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുകയും പോവുകയും. ദൈവം സ്ഥാപിച്ച കുടുംബത്തെ നശിപ്പിച്ചാൽ നിങ്ങൾക്ക് തന്നെ ദോഷം വരും. ഇത് കൂടുതൽ എനിക്ക് പറയാനില്ല. എനിക്ക് ഒരു പുരുഷനും ഇന്ന് ഒരു ഭാര്യയോട് പോലും ഒരു കാര്യം എന്താണെന്ന് ചോദിക്കാനൊക്കത്തില്ല. കാരണം ഇന്നത്തെ കാലമാണ്. സാത്താനാണ് ലോകത്തെ ഭരിക്കുന്നത്. സഭയെ ഭരിക്കുന്നത് സാത്താനാണ്. പിന്നെ ലോകത്തിൻ്റെ കാര്യം പറയണോ? ഈ പുരോഹിതവർഗം എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ വംശമല്ല എങ്കിൽ ഇവർ വിശ്വാസികളെ ചൂഷണം ചെയ്യത്തില്ല. അവർ സ്വാർത്ഥരാകത്തില്ല. അവർ ദൈവത്തിൻ്റെ അനുയായികളെന്ന് പറഞ്ഞ് വന്നിട്ട് അവർ ചെയ്യുന്നതെന്തുവാ? അവർ സുഖനോരുവരായി ജീവിക്കാനായിട്ട് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു. നിസാരം ഒരു കാര്യം ഞാൻ പറയട്ടെ മക്കളെ, ഇത് നമ്മുടെ തെറ്റ് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, നിന്നെ ഒരു പള്ളിയുടെ ശവക്കോട്ടയിൽ അടക്കിയില്ല എങ്കിൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ പള്ളിയുടെ ശവക്കോട്ടയിൽ ഒരു കല്ലറയിൽ അടക്കിയില്ല എങ്കിൽ എന്താ പ്രശ്നം? വേണ്ട, നിങ്ങൾ അടക്കിക്കോ. നിങ്ങളെ ഈ പള്ളിയുടെ ശവക്കോട്ടയിൽ അടക്കിയാൽ നീ മരിച്ചാൽ നിന്നെ അവിടെ അടക്കും. അപ്പോഴൊരു ഫീസ്. രണ്ടാമത് നിൻ്റെ ഒരു കൊച്ചുമകൻ മരിച്ചു, അത് നിൻ്റെ വീട്ടിൽ നിന്നാണ്. അവനെ അടക്കണമെങ്കിൽ രണ്ടാമത് കല്ലറ തുറക്കണമെങ്കിൽ അതിന് ഫീസ് വേറെ. നിൻ്റെ ഭാര്യ മരിച്ചാൽ അടക്കണമെങ്കിൽ മൂന്നാമത് കല്ലറ തുറക്കണം, അതിന് ഫീസ് വേറെ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെയോ ബെത്രാൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് വിശ്വാസികളെ?
നിങ്ങൾ ഈ കല്ലറയിൽ അല്ലെങ്കിൽ ഈ ശവക്കോട്ടയിൽ തന്നെ എന്നെ അടക്കണമെന്നുള്ള നിർബന്ധം പിടിക്കുന്നു. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഭൂമി തന്നിലുള്ളവരെയും സമുദ്രം തന്നിലുള്ളവരെയും അഗ്നി തന്നിലുള്ളവരെയും തിരിച്ചേൽപ്പിക്കും ദൈവത്തിൻ്റെ മുൻപിൽ. അവരെല്ലാം അവരുടെ ആത്മാക്കൾ തിരിച്ച് തൻ്റെ പഴയ സ്വരൂപം സ്വീകരിച്ച് അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കും. എന്തിന്? ന്യായവിധിക്ക് വേണ്ടി. അവിടെയാണ് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമനുസരിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ എന്തിന് മെത്രാൻ 70,000 കൊടുത്തിട്ട് നിൻ്റെ അപ്പനെ അടക്കിയാൽ അവൻ സ്വർഗത്തിൽ പോവോ? അവൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമനുസരിച്ച് അവന് ന്യായവിധിയിൽ ഇടത്തോട്ടോ വലത്തോട്ടുള്ള പോക്ക് വരത്തുള്ളൂ. പക്ഷെങ്കിൽ നിൻ്റെ ഗമ കാണിക്കാം. ഇതാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് പുരോഹിത വർഗം ഇന്ന് അഹങ്കരിച്ച് നടക്കുന്നത്. വേണ്ട മക്കളെ, ഇനി അറിയുന്നാൾ ഈ പോക്ക് പോകത്തില്ല. സാധാരണക്കാരനല്ല, കോടീശ്വരൻ്റെ കയ്യിൽ കേരളത്തിൽ തന്നെയുള്ള ക്രിസ്ത്യാനികളുടെ നിന്നും പോക്കറ്റിൽ നിന്ന് കാശ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അവന് വരുമാനം വരെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെയും അത് പുറത്ത് കാണിക്കാൻ വയ്യ. എല്ലാവരും പെട്ടിരിക്കുക. സാധാരണക്കാരൻ്റെ കാശില്ല. അവൻ ദേവാലയത്തിൽ വന്ന് നിൻ്റെ മുമ്പ് കുമ്പിടുവെന്ന് പുരോഹിതവർക്ക് വേണ്ടി ചിന്തിക്കണ്ട. അവർ വരത്തില്ല. നീ അവരെ മരിച്ചാൽ കുടിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ആ ശവക്കല്ലറിലോ ശവക്കോട്ടിലോ അടക്കത്തെന്ന് പറഞ്ഞാൽ അവർ പറയും, പോയി പണി നോക്ക്, ഞങ്ങൾ ദഹിപ്പിച്ചോളാം. ഇനിയുള്ള കാലം അതാവരുന്നത്. എൻ്റെ പുരോഹിതവർഗമേ, നീയൊക്കെ ഇനി എത്ര നാൾ സൂക്ഷിക്കും? എനിക്ക് എൻ്റെ സഹോദരനോട് പറയാതെ, മക്കളെ, നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. ശവക്കോട്ടയിൽ അല്ലെ കല്ലറയിൽ അടക്കിയെങ്കിലേ ഉള്ളത്. മക്കളെ, നമ്മളെ ചൂഷണം ചെയ്യുക. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച കല്ലറയിൽ നമ്മൾ ഒരു പ്രാവശ്യം തുറന്നാൽ ഇത്ര രൂപയായി, 2 പ്രാവശ്യം തുറന്നാൽ 3 പ്രാവശ്യം ഇത്ര രൂപ എന്ന് കൂട്ടി ലേലം പിടിച്ച അവന്മാരെ നമ്മളെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ പണമുള്ളോ കൊടുത്ത് അടക്കിക്കോട്ടെ. എന്നാലും ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ശൗലിൻ്റെ മക്കൾ അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് ഇപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. മക്കളെ, നിങ്ങൾ ഇഷ്ടമുള്ളവർ ശവക്കല്ലറയിലോ എവിടെ വേണേലും അടക്കിക്കോ. ഏത് മെത്രാനെ വിളിച്ചോ വേണേലും ശവം അടക്കിക്കോ. എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെങ്കിൽ സത്യം ഞാൻ തുറന്നു പറയും, നിങ്ങൾ കൊടുക്കുന്ന കാശ് എന്തിനു വേണ്ടി? ഒരു മെത്രാൻ ശവടക്കത്തിൽ വന്നാൽ കൊടുക്കുന്ന കാശ് ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിലാണോ? അല്ലോ ദേവാലയത്തിലാണോ? അല്ല. ഇവൻ്റെയൊക്കെ പോക്കറ്റിലേക്ക്, ഒരു മെത്രാൻ്റെ പോക്കറ്റിൽ പോകുന്ന കാശ് എവിടെ പോകുന്നു? അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം.